ഷാജൻ സ്കറിയ UNA നേതാക്കൾക്കൊപ്പം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതിൽ കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധം. മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ സംസ്ഥാനത്ത് മുഖ്യ പങ്കുവഹിച്ച ആളാണ് ഷാജൻ സ്കറിയ എന്ന് കോൺഗ്രസ് വക്താവ് VR അനൂപ്. അനീഷ് ആന്റണി തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്നാലും ഷാജൻ സ്കറിയയുടെ സന്ദർശനത്തെ ഇപ്പോൾ വലിയ രീതിയിലൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് കോൺഗ്രസ്. എങ്ങനെയാണ് വിവരങ്ങൾ? കാർത്തു, കഴിഞ്ഞ ദിവസമാണ് UNA നേതാക്കൾ ജാസ്മിൻ ഷാ അടക്കമുള്ള നേതാക്കൾക്കൊപ്പം മറുനാടൻ മലയാളിയുടെ ഉടമസ്ഥനായിട്ടുള്ള ഷാജൻ സ്കറിയ മുഖ്യമന്ത്രി കണ്ടത്. ആ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വക്താവായിട്ടുള്ള VR അനൂപ് ഫേസ്ബുക്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾക്ക് കൂട്ടുപിടിച്ച ആളാണ് ഷാജൻ സ്കറിയ. അത്തരത്തിലുള്ള ആ നിലപാട്, വെള്ളാപ്പള്ളിയുടെ ഒക്കെ എതിരായിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് കോൺഗ്രസിനെ ജയിപ്പിച്ച് ഭരണത്തിലെത്തിച്ചത്. അത്തരത്തിലുള്ള ഒരു വോട്ട് നേടി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ എതിരെ ജനങ്ങളുടെ രോഷം, ഇടതുപക്ഷ സർക്കാരിനുള്ള രോക്ഷമാണ് കോൺഗ്രസ് അനുകൂല തരംഗമായി മാറിയതും കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേൽക്കാനൊക്കെ കാരണം. ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള നിലപാട് അന്ന് എടുത്ത ഷാജൻ സ്കറിയയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഓടിക്കയറാൻ, അല്ലെങ്കിൽ ഇത്ര എളുപ്പത്തിൽ UNA നേതാക്കൾക്കൊപ്പം എത്തി കൂടിക്കാഴ്ച നടത്താൻ എങ്ങനെയാണ് അവിടെ അവസരം ലഭിച്ചത്? കാരണം ഒരു കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ നേതാക്കൾക്ക് പോലും മുഖ്യമന്ത്രിയെ കാണാൻ ഏറെ കടമകളുണ്ട്, സന്ദർശിക്കണമെങ്കിൽ കടമകളുണ്ട്. അത്തരം കടമകളൊന്നും ഇവിടെ പാലിക്കപ്പെടാതെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഷാജൻ സ്കറിയ UNA നേതാക്കൾക്കൊപ്പം എത്തിയത്? അതിനുള്ളൊരു പ്രതിഷേധമാണ് VR അനൂപ് തന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. ഇത് വലിയ ദോഷം ഈ സർക്കാരിനുണ്ടാക്കും. ജനങ്ങൾ ഇത് കാണുക, നേരായ രീതിയിലല്ല ഇത് കാണുക. എങ്ങനെയാണ് ഇത് ഷാജൻ സ്കറിയ എത്തിയതെന്നുള്ള കാര്യം ജനങ്ങളും ചിന്തിക്കും. അതിനുള്ള ഒരു പ്രതിഷേധമാണ് ഇത്തരത്തിൽ VR അനൂപ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. ഈ ഷാജൻ സ്കറിയയും UNA നേതാക്കളും ഒപ്പം മുഖ്യമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങൾ UNA-യുടെ നേതാവ് ജാസ്മിൻ ഷാ അടക്കം തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഷാജൻ സ്കറിയയും വെള്ളാപ്പള്ളി നടേശനെ പോലെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആള് കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളെ ഇത്തരത്തിൽ എളുപ്പത്തിൽ മുഖ്യമന്ത്രിയെ കാണാൻ ഉള്ളൊരു അവസരം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു കാര്യമാണ് VR അനൂപ് ചോദിക്കുന്നത്. മാത്രമല്ല UNA-യുടെ തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ സമരവുമായി ബന്ധപ്പെട്ട് UNA നേതാക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനൊരു ഇടനിലക്കാരന്റെ, ഷാജൻ സ്കറിയയെ പോലുള്ള ഒരു ഇടനിലക്കാരന്റെ ആവശ്യം അവിടെ ഇല്ല. അവർക്ക് നേതാക്കൾക്ക് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ അവിടെ അവസരമുണ്ട്. അതിനുള്ള അവസരം നൽകുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഷാജൻ സ്കറിയ കൂടി ഇവരോടൊപ്പം വന്നത്? അതിനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു കാര്യത്തിലാണ് VR അനൂപ് പ്രതിഷേധവുമായി ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയിട്ടുള്ളത്. കാർത്തു, ശരി. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.